അസ്സലാമു അലൈക്കും. പരിശുദ്ധ മദീനയുടെ പുറത്തുള്ള ജൂഫ് മലയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. ജബലുൽ ഹബിഷി എന്നൊരു പേരും ഈ പർവ്വതത്തിനുണ്ട്. ഈ ജൂഫ് മലയുടെ മുകളിൽ നിങ്ങൾക്കൊരു പാലസ് കാണാൻ കഴിയും. അതാണ് കിങ്ഡം പാലസ്. ദജ്ജാൽ പാലസും എന്നും ഇതിനെ അറിയപ്പെടുന്നു. മസ്ജിദുൽ നബവിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരത്തിലുള്ള ഹറമിൻ്റെ ബൗണ്ടറിയോട് ചേർന്നുള്ള ഈ ജൂഫ് മലയുടെ പ്രത്യേകത എന്താണ്? ഈ മലയും മസീഹും ദജ്ജാലും തമ്മിലുള്ള ബന്ധം എന്താണ്? മസീഹ് ദജ്ജാൽ എന്നാൽ ലോകാവസാനം വരുന്ന ഏറ്റവും വലിയ ഫിത്ന, ക്രൈസ്തവരുടെ ആൻറ്റി ക്രൈസ്റ്റ്. എന്താണ് ഈ മലയുടെ പ്രത്യേകത? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനോട് പറയുകയുണ്ടായി, ലോകാവസാന നാളിൽ ദജ്ജാൽ പുറത്തു വരികയും മദീനയിലെ ഈ പർവ്വതത്തിന് മുകളിൽ അവ എത്തിച്ചേരുകയും തന്നെ അനുചരന്മാരോട് ചോദിക്കും, ഈ കാണുന്ന വെള്ളക്കൊട്ടാരം ആരുടേതാണെന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ ഓലമേഞ്ഞ ചെറിയൊരു പള്ളിയായിരുന്നു മസ്ജിദുൻ നബവി. ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ, മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ദജ്ജാൽ ചോദിക്കും, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്? ആരുടേതാണ് ഈ ഖസ്റുൽ അബിയം? ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ എന്റെ മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന്, അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന്, അതിന് AC നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന്, അതിനകത്തൊരൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന്, അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന്, അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന്, അതിന്റെ പച്ച കുബ്ബ കണ്ടിട്ട് ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം.